പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്നു ദൈവത്തിന് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവനെ ചിന്തിക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. മർക്കോസ് സുവിശേഷം 4-ാം അധ്യായം 41-ാമത്തെ വാക്യം. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നെറ്റ്വർക്കിന്റെ വളരെ കംപ്ലൈന്റ് ഉള്ളതുകൊണ്ട് കേൾക്കുന്ന നിങ്ങൾ സദയം ക്ഷമിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം മർക്കോസിന്റെ വിശേഷം 4-ാം അധ്യായം ഉപമകളിലൂടെ ആരംഭിക്കുക. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ കാണുന്ന പോലെ തന്നെ മർക്കോസിന്റെ വിശേഷ ഉപമകളായി കർത്താവ് തന്റെ ശിഷ്യന്മാരോട് സംസാരിക്കുന്ന ഭാഗമാണ് കാണുന്നത്. അങ്ങനെ മർക്കോസ് വിശേഷം 4-ാം അധ്യായം സ്തോത്രം അതിന്റെ 33-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ ഇങ്ങനെ പല ഉപമകളാൽ അവർക്ക് മനസ്സിലാകത്തക്ക നിലയിൽ ദൈവവചനം യേശു പറഞ്ഞു കൊടുത്തു എന്ന് തിരുവെഴുത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ തിരുവെഴുത്തുകളെ പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് മർക്കോസ് വിശേഷം 4-ാം അധ്യായം 35 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് നാം വായിച്ച ദൈവവചന ഭാഗത്തേക്ക് വരുന്നത്. എന്ന് പറഞ്ഞാൽ യേശു കാറ്റിനെയും കടലിനെയും ശാസിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ഇങ്ങനെ എഴുതിക്കുന്ന, അന്നു സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. ഹല്ലേലൂയ. അവൻ പുരുഷാരത്തെ വിട്ട് താൻ പടകിൽ ഇരുന്ന പാടെ ഹല്ലേലൂയ അവനെ കൊണ്ടുപോയി. മറ്റു ചെറുപടകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റ് ഉണ്ടായി. പടകിൽ തിര തള്ളിക്കയറുക കൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു. ഹല്ലേലൂയ. കടൽ ശാന്തമായി. സ്തോത്രം. അങ്ങനെ വലിയ ശാന്തത അവിടെ ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യേശു എന്നിട്ട് അവിടെ നിങ്ങൾ ഭീരുക്കളാകാതെ, ഹല്ലേലൂയ, നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നുള്ള ഒരു ഉറപ്പ് സന്ദേശമാണ് അവിടെ കൊടുക്കുന്നത്. ഇപ്പൊ യേശു പടകിൽ ഉണ്ടായിരുന്നിട്ടും കടലിൽ കാറ്റും കോളും അടിച്ച് പടക് മുങ്ങുമാറാകുവോളം വളരെ പ്രതിസന്ധികളുടെ നടുവിലും ശിഷ്യന്മാർക്ക് യേശു തങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു വിശ്വാസം അവരില്ലെന്നുള്ളതാണ്. കാറ്റും കടലും കണ്ടു കഴിഞ്ഞപ്പോഴേ അവർ ഭയന്നുപോയി. എന്നാൽ യേശു ആ പടകിലുണ്ട്. യേശു ആ കാറ്റിനെയും കടലിനെയും ശാസിക്കുവാൻ കഴിയും, അതിനെ ശാന്തമാക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ അവരത്രമാത്രം ഭയപ്പാടിൽ കടന്നു പോകേണ്ടില്ല. ഈ ഭാഗത്തിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരു പ്രാവശ്യം യേശു തന്റെ ശിഷ്യന്മാരോട് ഗലീല കടലിൽ പ്രയാണം ചെയ്തപ്പോഴാണ് ഈ സംഭവം. അപ്പൊ യേശു അമരത്ത് തലയണ വെച്ചുറങ്ങുകയായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളിക്കയറുക കൊണ്ട് അത് മുങ്ങുമാറായി. ശിഷ്യന്മാർ യേശുവിനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഈ തിരുവെഴുത്ത് ഭാഗം നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വായിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തു കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുമ്പോൾ യേശുക്രിസ്തുവിനെ വ്യാപരിക്കുന്ന ദൈവശക്തി എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നത്തിലേക്ക് ദൈവശക്തിയാൽ ദൈവം നമ്മെ ഈ ഭൂമി നിറച്ചു വെച്ചിരിക്കുമ്പോൾ, നമ്മയാക്കി വെച്ചിരിക്കുമ്പോൾ, ഈ ലോകത്തിന്റെ ഇരുളിന്റെ അനുഭവത്തെ കണ്ട്, ഇരുളിന്റെ ആ സംഭവത്തെ കണ്ടുകൊണ്ട് ഞാനും നിങ്ങളും അടിപതറി പോകാതെ വിശ്വാസത്താൽ ഉറച്ചു നിൽക്കാൻ. കാരണം ലോകത്തിലുള്ളവരെക്കാൾ വലിയ ദൈവസാന്നിധ്യം നമ്മുടെ മേലുണ്ട്. ലോകശക്തികൾ ഒന്നിച്ചെഴുന്നേറ്റാലും നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ദൈവശക്തിയുടെ അനുഭവത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. സകലത്തെ ഒറ്റ വാക്കുകൊണ്ടുണ്ടാക്കിയവൻ, സകലത്തെ ഉളവാക്കിയവൻ, സകലത്തിന്മേലും അധികാരമുള്ളവൻ, സകലത്തിന്റെയും ഉടമസ്ഥനായിരിക്കുന്ന സർവശക്തനായിരിക്കുന്ന യേശുവിന്റെ ആ ശക്തിയാണ് ഓരോ ദൈവ ഭക്തന്മാരുടെ മേലും വ്യാപരിക്കുന്നത്. അതുകൊണ്ട് ലോകത്തിന്റെ പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന് അതിൽ നിങ്ങൾ ഭയപ്പെട്ടു പോകാതെ, ശിഷ്യന്മാരെ പോലെ ഭീരുക്കളാകാതെ നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കണം. അതുകൊണ്ട് യേശു നമ്മുടെ ജീവിതമാകുന്ന പടകിൽ ഉണ്ടെങ്കിൽ
ഈ ലോകത്തെ നാം ഭയപ്പെടേണ്ട കാര്യമില്ല. ലോകം എത്രമാത്രം പ്രതികൂലത്തിലൂടെ കടന്നുപോയാലും, എന്തെല്ലാം പ്രതിസന്ധികളിലൂടെ നിറഞ്ഞാലും, കാറ്റും കോളും പേമാരിയും ഇടിമുഴക്കങ്ങളും ദുരന്തങ്ങളും മഹാവ്യാധികളടക്കം ഉൾപ്പെട്ടുള്ള നാശനഷ്ടം, കൊടുങ്കാറ്റ്, ഭൂകമ്പങ്ങൾ മുതലായവ ഉണ്ടായാലും ദൈവശക്തിയാൽ നിറയപ്പെട്ട ഒരു ദൈവത്തിൽ ഭാരപ്പെട്ടു പോകരുത്, ഭയപ്പെട്ടു പോകരുത്. ഇവിടെ എന്ത് സംഭവിച്ചാലും നമുക്കൊരു നിത്യത ഉറപ്പാണ്. ദൈവശക്തിയാൽ നിറയപ്പെട്ടവന് പ്രൈസലോ. ഒരു ദേശത്ത് കർത്താവിന്റെ അല്ലെങ്കിൽ കരം വെളിപ്പെടുമ്പോൾ അവിടെയുള്ള സകല ജനത്തിനും അത് ബാധകമാണ്. ദൈവഭക്തന്മാരായിരുന്നാലും അല്ലാത്തവരായിരുന്നു. പക്ഷേ ദൈവമക്കളുള്ള പ്രത്യാശ എന്താണ്? അവർ ഏത് സാഹചര്യത്തിൽ കടന്നുപോയാലും അത് മരണമാണ് സംഭവിക്കുന്നതെങ്കിലും അതിനപ്പുറത്തൊരു സ്വർഗമുണ്ട്, അവരതിൽ കാണും എന്നുള്ളതാണ് ദൈവമക്കളുടെ വിശ്വാസം. കാരണം സർവശക്തിയുള്ള ദൈവത്തിന്റെ കരം അവർക്ക് അനുകൂലമാണ്. രക്തം ചെയ്യും. പ്രൈസലോ. എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, സർവശക്തിയുള്ള ദൈവത്തിന്റെ കരം നിനക്കും നിന്റെ ഭവനത്തിനും അനുകൂലമാണെങ്കിൽ, സർവശക്തിയുള്ള ദൈവത്തിന്റെ കരം നിനക്കും നിന്റെ കുടുംബത്തിനും അനുകൂലമാണെങ്കിൽ, നിന്റെ മക്കൾക്ക് അനുകൂലമാണ്, നിന്റെ ജീവിതത്തിൽ അത് അനുകൂലമായി പ്രവർത്തിക്കുകയാണെങ്കിൽ, നീ ലോകത്തിന്റെ പ്രതികൂലങ്ങളിൽ നീ ഭയപ്പെടേണ്ട കാര്യമില്ല. പ്രൈസലോ. ദൈവസാന്നിധ്യത്തെ നിറഞ്ഞു നിൽക്കണം. അതുകൊണ്ട് ഈ ലോകത്തിൽ നമുക്ക് വേണ്ടിയത് കുറച്ച് പണവും പ്രതാപവും നല്ല ദൈവശക്തിയാൽ, ആത്മശക്തിയാൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെടുക എന്നുള്ളതാണ്. പ്രൈസലോ. ഇവിടെ നമുക്ക് ആവശ്യം പണവും പ്രതാപവും ഒന്നുമല്ല, ദൈവശക്തിയാൽ നിറയപ്പെടുക. ആത്മാവിന്റെ ശക്തി നിന്റെ മേലുണ്ടെങ്കിൽ നിന്നെ ഈ ലോകത്തിൽ ഒരു ശത്രുവിനും തകർക്കാൻ കഴിയത്തില്ല. അല്ലേ? അപ്പം ദമസ്കസ് വീതിയിൽ വെച്ച് ക്രിസ്തു ശൗലിനെ സന്ദർശിച്ചപ്പോൾ, സ്തോത്രം, ഭയത്തോടുകൂടി നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞത് നീ ഉപദ്രവിക്കുന്ന യേശു എന്നാണ്. അല്ലേ? അപ്പോസ്തലപ്രവൃത്തി 9-5 വായിച്ചാൽ കാണാൻ കഴിയും. പ്രൈസലോ. യെരിഹോ വീതിയിൽ വെച്ച് യേശു യെരിഹോവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സക്കായി ആകാംക്ഷയോടുകൂടി യേശു എങ്ങനെയുള്ളവെന്ന് കാണുവാൻ വേണ്ടി ആഗ്രഹിച്ചു. അതിനുവേണ്ടി അവൻ ഒരു കാട്ടത്തിമേൽ കയറി എന്നുള്ളതാണ്. അല്ലേ? അപ്പൊ അവിടെ വെച്ച് യേശു സക്കായിയെ കാണുന്നു. സക്കായി യേശുവിനെ കാണുന്നു. സക്കായിയുടെ ഭവനത്തിൽ യേശു വസിക്കുന്നു. ആ കുടുംബത്തിന് രക്ഷ വരുന്നു. കാണാതെ പോയതിന് കണ്ടുപിടിച്ച സന്തോഷം. അല്ലേ? വീണ്ടും നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുന്നത്, ജനങ്ങളുടെ മധ്യേ ക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്തപ്പോൾ അവരാശ്ചര്യപ്പെട്ട് ഇവൻ ആരാകുന്നു എന്ന് ജനങ്ങൾ ചോദിച്ചു. അപ്പം ശൗല് ചോദിക്കും, നീ ആരാകുന്നു കർത്താവേ? സക്കായി യേശു എങ്ങനെയുള്ളവൻ കാണുവാൻ? ജനത്തിന്റെ നിലയിൽ, പുരുഷാർത്ഥത്തിന്റെ യേശു അത്ഭുതങ്ങൾ അടയാളമെങ്കിൽ ഇവൻ ആരാകുന്നു? അതുപോലെ തന്നെയാണ് ഈ ഗലീല കടലിൽ വെച്ച് ശിഷ്യന്മാരും ചോദിക്കുന്നത്, കാറ്റും കടലും കൂടെ അവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആരെന്ന് തമ്മിൽ പറഞ്ഞു. പ്രൈസലോ. ലേലിയ. ശിഷ്യന്മാർക്ക് പോലും ഒരു അവിശ്വാസം ഉണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവെ, ഞാൻ പറയട്ടെ, യേശുവിനെ നമ്മൾ ഒരിക്കലും അവിശ്വസിക്കാതെ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് യേശുവിനെ അനുഗമിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെല്ലാം പേമാരി നിന്റെ ജീവിതത്തിൽ വന്നാലും അതിനെ നിനക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പൊ യേശു എങ്ങനെയുള്ളവനെ നീ അറിയണം. യേശു എങ്ങനെയുള്ളവനാണെന്ന് അറിയണം. അപ്പം കാറ്റും കടലും അമർന്ന ശാന്തത വന്നെങ്കിൽ യേശു ക്രിസ്തുവിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്കുകളുടെ ശക്തി എത്ര വലുതായിരുന്നു. പ്രൈസലോ. അത് തന്നെയാണ് ദൈവവചനത്തിന്റെ ശക്തിയും കേട്ടോ. ദൈവവചനത്തിനും യേശുവിനുള്ള ശക്തിയാണ്. ദൈവത്തിന് എന്ത് ശക്തിയുണ്ടോ അത്രമാത്രം ദൈവവചന ശക്തിയുണ്ട്. ഈ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ആ വചനത്തിന്റെ ശക്തിയാണ് നിന്റെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് വ്യാപരിക്കുന്നത്. പ്രൈസലോ. അതുകൊണ്ട് ഈ വചനത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ശക്തി, ആത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ കുടുംബത്തിൽ നിറയപ്പെടണം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് നീ നിന്റെ കുടുംബം നിറയപ്പെട്ട് കഴിഞ്ഞാൽ, നിന്റെ തലമുറ ആത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെട്ട് കഴിഞ്ഞാൽ, സ്തോത്രം, അവിടെ ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ വെളിപ്പെടും. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ഈ കാലഘട്ടത്തിൽ വേണ്ടത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. പ്രൈസലോ. ഇവിടെ ദൈവത്തിന് കാറ്റും കടലും യേശുവിനെ അനുസരിക്കുന്നതിനാൽ ഇവൻ സർവശക്തിയുള്ള ദൈവം എന്നറിയുവാൻ കഴിയുന്നു. കാറ്റും കടലും കൂടെ യേശുവിനെ അനുസരിക്കുന്നതുകൊണ്ട് ഇവൻ സർവശക്തിയുള്ള ദൈവമാണ്. അല്ലേ? അങ്ങനെ സർവശക്തിയുള്ള ദൈവമാണെന്ന് യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പേ തന്നെ യെശയ്യാ പ്രവാചകൻ രേഖപ്പെടുത്തി വെച്ചു. പ്രൈസലോ. യേശു ക്രിസ്തു ജനിക്കുന്നതിന് ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന യഹോവയാൽ തെരഞ്ഞെടുക്കപ്പെട്ട ശക്തനായ പ്രവാചകനാണ് യെശയ്യാവ്. യെശയ്യാവ് തന്റെ പ്രവചനത്തിലൂടെ ഇങ്ങനെ പറഞ്ഞു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-6 നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്,
സമാധാന പ്രഭു എന്ന് പേർ വിളിക്കും. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകിയില്ല എന്നവിടെ രേഖപ്പെടുത്തുന്നു. അപ്പൊ യേശുക്രിസ്തുവിന്റെ ജനനത്തിനു മുമ്പേ സകലത്തിന്റെ ആധിപത്യം അവന്റെ മേലിരിക്കുമെന്ന് പ്രവാചകൻ വിളിച്ചു പറഞ്ഞ വാക്കുകൾ യേശുക്രിസ്തുവിന്റെ ജനനത്തിലൂടെ തന്റെ ശുശ്രൂഷയിലൂടെ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. അതെ, അവൻ അത്ഭുതമാന്ത്രിയായി വീരനാം ദൈവമായി നിത്യപിതാവായി സദാസമയം എന്നോട് നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നത് കൊണ്ട്, ആ സർവശക്തിയുള്ള ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമായതുകൊണ്ട് ഈ ലോകത്തിന്റെ അല്ലെങ്കിൽ ഇരുളിന്റെ അന്ധകാരത്തെ നമുക്ക് ജയിക്കാൻ കഴിയും, രക്തം ചെയ്യും. ഹല്ലേലൂയ. അതെ, നമ്മുടെ ദൈവം ആമേൻ അത്ഭുതമാന്ത്രിയ. സകലത്തിന്റെ ആധിപത്യം അവന്റെ തോളിന്മേലാണ് പ്രവാചകൻ പറഞ്ഞത്. അപ്പൊ ലോകത്തിൽ ധാരാളം ശക്തികളുണ്ട്. ധാരാളം ശക്തികളുണ്ട്. ഇടിമിന്നലിന്റെ ശക്തിയുണ്ട്, കൊടുങ്കാറ്റിന്റെ ശക്തിയുണ്ട്, കടൽക്ഷോഭത്തിന് ശക്തിയുണ്ട്, സുനാമിക്കൊരു ശക്തിയുണ്ട്, ഇടിമുഴക്കത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ അനവധി ശക്തികളുണ്ട്. പ്രപഞ്ചത്തിൽ നോക്കുമ്പോൾ ദൈവത്തിന്റെ സൃഷ്ടികൾക്ക് വളരെ ശക്തിയുണ്ട്. പ്രൈസ്. അതുകൊണ്ടാണ് നമ്മൾ ഇടിമിന്നൽ കാണുമ്പോൾ ഭയപ്പെടുന്നു. ഹല്ലേലൂയ. ഇടിമുഴക്കം കാണുമ്പോൾ നമ്മൾ ഭയപ്പെടുന്നത്. ചുഴലിക്കാറ്റുകളും പെരുങ്കാറ്റുകളും കാണുമ്പോൾ നമ്മൾ ഭയപ്പെടുന്നു. കാറ്റും കോളും വരുന്നത് കാണുമ്പോൾ, കോളിളക്കം വരുന്നത് കാണുമ്പോൾ, കടൽ ശോഭിക്കുമ്പോൾ നാം ഭയപ്പെടുന്നു. ഹല്ലേലൂയ. അങ്ങനെ വിവിധമായ ശക്തികൾ ഇവിടെയുണ്ട്. മനുഷ്യന്റെ കണ്ടുപിടുത്തത്താൽ ഇലക്ട്രിസിറ്റിക്ക് വലിയ ശക്തിയുണ്ട്. മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് മനുഷ്യൻ ലോകത്തിൽ അനവധി അണുബോംബുകൾ നിർമ്മിച്ച് അതിനും വലിയ ശക്തിയുണ്ട്. അങ്ങനെ വിവിധ ശക്തികൾ ലോകത്തിലുള്ളപ്പോൾ തന്നെ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, അല്ലെങ്കിൽ എല്ലാ ശക്തികളെക്കാളും സർവശക്തിയുള്ളവൻ യഹോവയായ ദൈവമാണ്, കർത്താവായ യേശുവാണ്. അപ്പൊ ലോകത്തിൽ എത്ര വലിയ ശക്തി ഉണ്ടെങ്കിലും, ശക്തി കേന്ദ്രമുണ്ടെങ്കിലും, ഞങ്ങൾ സർവശക്തിയുള്ള രാജ്യമാണെന്ന് പ്രമാണികളും രാജ്യത്തിന്റെ പ്രതിനിധികളും പറഞ്ഞാൽ പോലും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറയാണ്, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. പ്രൈസ് ലോർഡ്. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, എന്നെ കേൾക്കുന്ന സഹോദരൻ, നീ സർവശക്തിയുള്ള ദൈവത്തിന്റെ മകനായിട്ട് നീ ജീവിക്കുന്നെങ്കിൽ ആമേൻ, സ്തോത്രം. ഈ ലോകത്തിന്റെ ശക്തികൾ ഇളകി വന്നാൽ ഹല്ലേലൂയ, നീ അതിനെ ജയിക്കും, രക്തം ചെയ്യും. നിങ്ങൾ പലപ്പോഴും പരാജയപ്പെട്ടും പതറിയും പോകുന്നത് എന്തുകൊണ്ടാണ്? വിശ്വാസം നിന്റെ ജീവിതത്തിൽ പരിണമിക്കാതെക്കൊണ്ടും വിശ്വാസത്തിൽ നിലനിൽക്കാത്തത് കൊണ്ടും ദൈവശക്തിയുടെ ആഴം എത്ര എന്ന് മനസ്സിലാകാതെ പോകുന്നത് കൊണ്ടാണ് നീ പലപ്പോഴും പരാജയപ്പെടുന്നത്. അല്ലേ? എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സർവശക്തിയുള്ള ദൈവത്തിന്റെ മഹത്വത്തെ നീ മനസ്സിലാക്കണം. അല്ലേ? അപ്പൊ ഈ നമ്മുടെ കർത്താവ് സർവശക്തിയുള്ള ദൈവമാണെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം അബ്രഹാമിന് വെളിപ്പെടുത്തി കൊടുത്തു. പ്രൈസ് ലോർഡ്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം വായിക്കും, ഇങ്ങനെ കാണുന്നുണ്ട്. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷമായി. അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാം. എനിക്ക് നിനക്കും മതി, ഞാൻ എന്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമായി വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്തു. അപ്പോൾ അബ്രഹാം സാഷ്ടാംഗം വീണ് ദൈവം അവരോട് അരുളി ചെയ്തതെന്നാൽ തുറന്ന് നമുക്ക് കാണാൻ കഴിയും. അബ്രഹാമിനോട് ദൈവം, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാൻ. ഹല്ലേലൂയ. ഞാൻ നിനക്കും എനിക്കും നിനക്കും മധ്യ നിയമം, എന്റെ നിയമം കൊണ്ടുവരും. അതിവിടെ സർവശക്തിയുള്ള ദൈവത്തിന് മുമ്പാകെ നിഷ്കളങ്കനായി നടക്കുമ്പോൾ ദൈവത്തിനും നമ്മുടെയും ഇടയ്ക്ക് ദൈവത്തിന്റെ നിയമങ്ങളെ കൊണ്ടുവെക്കും. ദൈവത്തിന്റെ പ്രമാണങ്ങളിലൂടെ നാം ജീവിക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ ജീവിതം എത്ര അനുഗ്രഹമായി മാറും. അല്ലേ? അപ്പൊ സർവശക്തിയുള്ള ദൈവം. ഹല്ലേലൂയ. അപ്പൊ എബ്രായ ഭാഷയിൽ എൽഷദായി എന്നാണ് ആ പദത്തെ പറയുന്നത്. സർവശക്തിയുള്ള ദൈവത്തെ കുറിച്ച് പറഞ്ഞാൽ എബ്രായ ഭാഷയിൽ എൽഷദായി എന്ന് പറഞ്ഞാൽ പരാക്രമമുള്ള ദൈവം എന്ന് ഹല്ലേലൂയ എന്നാണ്. നമ്മുടെ ദൈവം പരാക്രമശാലിയാണെങ്കിലും ഒരമ്മയുടെ ഹൃദയം നമ്മുടെ കർത്താവിനുണ്ട്. നമ്മുടെ കർത്താവ് സർവശക്തിയുള്ള ദൈവമാണ്, പരാക്രമശാലിയാണെങ്കിലും ഒരമ്മയുടെ ഹൃദയമുള്ളവനാണെന്ന് യെശയ്യാ പ്രവാചകൻ വീണ്ടും പറയുക. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമുണ്ട്, ഒരമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും. അത് സ്നേഹിത, പാപത്തെ ദൈവം വെറുക്കുന്നു. ഹല്ലേലൂയ. പാപത്തെ ദൈവം വെറുക്കുമ്പോൾ, പാപത്തെ ദൈവം ശിക്ഷിക്കുമ്പോൾ, അപ്പോൾ തന്നെ നമ്മുടെ പാപത്തോട് കരുണ കാണിച്ച്, പാപത്തോട് ദയ തോന്നി, നമ്മോട് മനസ്സറിഞ്ഞ് പാപം ക്ഷമിച്ചു തരുന്നവനോ. പാപത്തോട് ദയ തോന്നി, പാപത്തോട് കരുണ തോന്നി എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ
മനുഷ്യൻ ചെയ്തു പോയ തെറ്റുകൾ അവന്റെ ഉള്ളിലുള്ളപ്പോൾ തന്നെ മനുഷ്യരോട് ദയ കാണിച്ച് കരുണ കാണിച്ച്, പാപത്തോടല്ല, അത് നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ ഈ കരുണ എവിടെ വിടും? മനുഷ്യനോടാണ്. കാരണം മനുഷ്യന്റെ ഉള്ളിലാണ് പാപവും ഇവിടുത്തെ അക്രമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് പാപത്തോട് അല്ലെലിയ കരുണ കാണിക്കാത്ത ദൈവം, അല്ലെലിയ പാപത്തെ വെറുക്കുന്ന ദൈവം, പാപത്തെ ശിക്ഷിക്കുന്ന ദൈവം, പാപിയെ ശിക്ഷിക്കുന്ന ദൈവം മനുഷ്യനോട് കരുണ കാണിക്കും. പാപത്തോട് ഒരിക്കലും ദൈവം കരുണ കാണിക്കത്തില്ല. പാപിയോട് ദൈവം പരാക്രമശാലിയെ പോലെ ഇടപെടും. എങ്കിലും പാപി മാനസാന്തരപ്പെട്ട് മടങ്ങി വരുമ്പോൾ ഒരമ്മയുടെ ഹൃദയത്തോടെ അവനെ സ്വീകരിക്കുന്നവനാണ് നമ്മുടെ ദൈവം. പ്രവേശനം അപ്പം നമ്മുടെ കർത്താവിൻ്റെ അമ്മയുടെ ഹൃദയമുണ്ട്. സർവശക്തിയുള്ള ദൈവമാണെങ്കിൽ ഒരമ്മയുടെ ഹൃദയം. പ്രവേശനം അതുകൊണ്ടാണല്ലോ ലോകരാജ്യങ്ങളിൽ, അല്ലെങ്കിൽ ലോകരാജ്യങ്ങളിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങൾ, കോടിക്കണക്കിന് ജനങ്ങൾ പാപത്തിന്റെ അധീനതയിൽ ജീവിച്ച കാലഘട്ടങ്ങളിൽ നിന്നും ദൈവം അവരുടെ പാപത്തെ ക്ഷമിച്ചു കൊടുത്ത് അവരുടെ പാപത്തിന് പരിഹാരം വരുത്തി. അല്ലേലുയ അവരമ്മ സ്നേഹിക്കുന്നത് പോലെ, ഒരപ്പൻ സ്നേഹിക്കുന്നത് പോലെ അല്ലേലുയ നമ്മെ ചേർത്ത് പിടിച്ചത്. അപ്പോൾ ഒരമ്മയുടെ ഹൃദയമുണ്ട്, ഒരപ്പന്റെ ഹൃദയമുണ്ട് നമ്മുടെ ദൈവത്തിന്. അപ്പം നമ്മൾ അല്ലെങ്കിൽ സ്തോത്രം, നമ്മൾ 103 സംഗീതം അപ്പൻ മക്കളോട് കരുണ കാണിക്കുന്നത് പോലെ യഹോവയ്ക്ക് തന്നെ ഭക്തന്മാരോട് കരുണ തോന്നാം. അപ്പൻ മക്കളോട് കരുണ കാണിക്കുന്നത് പോലെ അപ്പൊ നമ്മുടെ ദൈവത്തിന് നല്ലൊരു ഹൃദയമുണ്ട്, നമ്മുടെ മക്കളോട് കരുണ കാണിക്കുന്ന ഹൃദയം. അപ്പോൾ അതിനെ ശേപ്രഭ എന്ന ഒരു അമ്മയുടെ ഹൃദയമുണ്ടെന്നാണ്. ഇങ്ങനെ ഒരു ദൈവത്തെയല്ലേ ഞാൻ നിങ്ങൾ സേവിക്കുന്നത്? അല്ലേലിയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ സർവശക്തിയുള്ള ദൈവമാ അബ്രഹാമേ, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കും. ഈ സർവശക്തിയുള്ള ദൈവമാണ് യേശു ശിഷ്യന്മാരോട് ഗലീല കടലിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ആ കടലിൽ കാറ്റും കൂളും വന്ന് കടൽ ശോഭിച്ചപ്പോൾ പടകും മുങ്ങുമാറായോളം അല്ലേലിയ സർവശക്തിയുള്ള ദൈവത്തിന്റെ സാന്നിധ്യം മറന്നുപോയ ശിഷ്യന്മാർ ഭീരുക്കളെ പോലെയായി മാറിയപ്പോൾ അവർ യേശുവിനെ തട്ടി ഉണർത്തി, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ? അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ച് ശാന്തത വന്നു. അതേ സർവശക്തിയുള്ള ദൈവം. അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കണ്ട് ശിഷ്യന്മാർ കൂടെ നടന്നവരാണെങ്കിലും കടലിൽ ഒരു പ്രതികൂലം വന്നപ്പോൾ അവർ ഭീരുക്കളെ പോലെയായി മാറി. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, വിശ്വാസത്തിന്റെ ജീവിതയാത്ര, വിശ്വാസത്തിന് മുന്നോട്ട് പോകുമ്പോൾ പ്രശ്നങ്ങളെ കാണുമ്പോൾ നീ ഭീരുവിനെ പോലെയായി മാറരുത്. അല്ലെങ്കിൽ ഭീരുക്കളെ പോലെ ജീവിക്കുവാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ആത്മശക്തി പ്രാപിച്ച് നീ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ടാണ്. രക്തം ചെയ്യും. പ്രൈസ്. നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കേണ്ടത് രക്തം ചെയ്യാൻ. അല്ലേരിയ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്നത് അല്ലേരിയ ആ സകലത്തെയും ചെയ്യുവാൻ, സകലത്തെയും നിയന്ത്രിക്കുവാൻ, സകലത്തെയും അതതിൻ്റെതായ രീതിയിലൂടെ കൊണ്ടുപോകാൻ കഴിയുന്നവൻ യേശു മാത്രമാണ്. എന്നാൽ സകലത്തെയും ചെയ്യുന്നവനെന്നും നാം ചിന്തിക്കുന്നതിനും അപേക്ഷിക്കുന്നതിനും എന്നാൽ നാം ചോദിക്കുന്നതിനും നിനക്കുന്നതിനും അധികമായി ചെയ്യുവാൻ കഴിവുള്ള സർവശക്തിയുള്ള ദൈവം എന്നും കൂടെ ആ വാക്കിനർത്ഥമുള്ള സർവശക്തിയുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിലും നമ്മൾ ചോദിക്കുന്ന നിലയ്ക്കുന്നതിലും അത്യന്തപരമായി നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ. ഒരു രോഗിയായി കിടക്കുന്ന ഒരു വ്യക്തി അല്ലേരിയ ആ രോഗിയുടെ അരികിൽ കടന്നു ചെന്ന ഒരു ദൈവത്തിന്റെ ദാസി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനമത്തി അവർ ഉരുവിടുന്ന ദൈവദിനത്തിന്റെ മധ്യത്തിൽ ആ രോഗി സൗഖ്യം പ്രാപിക്കുമ്പോൾ ഓർത്തോണം, സർവശക്തിയുള്ള ദൈവത്തിന്റെ കാര്യം അവിടെ വെളിപ്പെട്ടു. പ്രൈസ്. ദൈവികമായ ശുശ്രൂഷയ്ക്കകത്ത് ദൈവവചനം പ്രസംഗിക്കുന്നിടത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ ഓർത്തോണം, സർവശക്തിയുള്ള ദൈവത്തിന്റെ ഇടപെടിയിൽ അവിടെ നടക്കുന്നുണ്ടെന്നുള്ളത്. അല്ലേലിയ. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ കുടുംബത്തിന് ആവശ്യം സർവശക്തിയുള്ള ദൈവത്തെയാണ്. അല്ലേലിയ. നിങ്ങളുടെ കുടുംബത്തിനകത്ത് സർവശക്തിയുള്ള ദൈവം വസിക്കട്ടെ. ഈ ലോകത്തിന്റെ സിനിമാശാലകൾ പോലെ നിങ്ങളുടെ കുടുംബമായി തീരുക. ചില വീടുകളിലൊക്കെ ചെന്ന തിയേറ്റർ പോലെയാ. അല്ലേലിയ. തിയേറ്റർ പോലെയാ. ചില കുടുംബങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ TV ഓഫ് ചെയ്യാത്ത വീടുകളിൽ TV ഓഫ് ചെയ്യാൻ പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പ്രാർത്ഥന അല്ലെങ്കിൽ അവർക്ക് TV ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കാണാൻ പറ്റത്തില്ല. പണ്ടൊരിക്കൽ ഞാൻ വീട്ടിൽ പ്രാർത്ഥിക്കാൻ ഞാനിവിടെ നിങ്ങൾ TV ഓഫ് ചെയ്യാൻ പറഞ്ഞാൽ സൗണ്ട് അങ്ങ് കുറച്ച് വെച്ചു. അപ്പോഴും പടം അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു നിങ്ങളെ മുഴുവൻ ഓഫ് ചെയ്യും എന്ന് പറഞ്ഞാൽ അവർക്ക് സർവശക്തിയുള്ള ദൈവത്തെയും വേണ്ട, സർവശക്തിയുള്ള ദൈവത്തിന്റെ വചനവും വേണ്ട, സർവശക്തിയുള്ള ദൈവത്തിന്റെ പ്രാർത്ഥനയും വേണ്ട. അവർക്ക് TV നടക്കുന്ന വെറുക്കൂത്ത് മതി. സിനിമയും കോമഡിയും റിയാലിറ്റി ഷോകൾ അടക്കമുള്ള നഗ്ന ചിത്രങ്ങൾ അടങ്ങിയിരിക്കുന്ന സകല വെറുക്കൂത്തിൻ്റെയും അത് മതി അവരുടെ കുടുംബത്തിനകത്ത്.
ഞാൻ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി, നിങ്ങളുടെ കുടുംബത്തിനകത്ത് സർവശക്തിയുള്ള ദൈവം വസിക്കട്ടെ. സർവശക്തിയുള്ള ദൈവം നിന്റെ കുടുംബത്തിനകത്ത് വസിക്കാൻ ഇടം കൊടുത്തില്ലെങ്കിൽ, അല്ലേരിയ, ഇതുപോലെയുള്ള പേക്കൂത്തുകൾ നിന്റെ കുടുംബത്തിനകത്ത് നിറഞ്ഞു നിൽക്കും. ഇതിന്റെ ഉടമസ്ഥൻ സാത്താനാ. പേക്കൂത്തിന്റെ ഉടമസ്ഥൻ ആരാണ്? സാത്താനാ. അല്ലേരിയ. ഇന്നത്തെ അല്ലേരിയ സ്തോത്രം, ഇന്നത്തെ സിനിമാ ലോകം, ഇന്നത്തെ സീരിയലൊക്കെ, അല്ലെങ്കിൽ കോമഡികളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആമൻ. ആത്മതയുടെ, വെറും അശുദ്ധിയുടെ, വെറും അല്ലെങ്കിൽ മോശമായ ചിത്രീകരണങ്ങളും മോശമായ സംസാരങ്ങളും ഒക്കെ പ്രകടിപ്പിക്കുന്ന, മനുഷ്യനെ പാപത്തിലേക്ക് നയിക്കുന്ന, കൊച്ചു കുട്ടികളെ പോലും പാപത്തിലേക്ക് നയിക്കുന്ന, അശ്ലീലമായിരിക്കുന്ന, അക്രമം നിറഞ്ഞിരിക്കുന്ന, പ്രതികാരം വൈരാഗ്യം നിറഞ്ഞിരിക്കുന്ന, കൊച്ചു കുട്ടികളെ പോലും ക്രൂരന്മാരാക്കി മാറ്റുന്ന സാത്താന്റെ തന്ത്രങ്ങളാണ് ഈ TV എന്ന് പറയുന്ന പെട്ടിക്കകത്തുള്ളത്. അല്ലേരിയ, നീ അതിൽ പുറത്തു വരണമെന്ന്. നിന്റെ കയ്യിലിരിക്കുന്ന മൊബൈലുണ്ടല്ലോ, അതിന് നീ അഡിക്റ്റായി പോകരുത്. നിന്റെ മൊബൈലിനകത്ത് TV-യിൽ വരുന്ന സാക്കരുത് നിന്റെ മൊബൈലിനകത്ത് ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെ ഒക്കെ വരും. അല്ലേരിയ, അത് കണ്ട് നിന്റെ ജീവിതത്തെ നീ തകർത്ത് കളയാതെ നിന്റെ കുടുംബത്തിനകത്ത് സർവശക്തിയുള്ള ദൈവം വസിക്കട്ടെ. അതുകൊണ്ടാണ് യേശു, അല്ലേരിയ, യഹോവയെ ദൈവം അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അവന് പ്രത്യക്ഷമായി, ഞാൻ സർവശക്തിയുള്ള ദൈവമാ, നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. ഇന്ന് പകൽ ദൈവം നിങ്ങളോട് പറയുക, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന് മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുമ്പോൾ, നിങ്ങളുടെ വീട്ടിലെ മാലിന്യങ്ങളെ നിങ്ങൾ നീക്കിക്കളയുമ്പോൾ, അശുദ്ധമായി നീക്കിക്കളയുമ്പോൾ, അല്ലേരിയ, നിന്റെ കുടുംബത്തിനകത്ത് ഐശ്വര്യ സമ്പത്തും വർദ്ധിക്കും. പ്രവേശനവും യഹോവയെ ഭയപ്പെട്ടവന്റെ കൽപ്പനകളെ അനുസരിക്കുന്നവർ ഭാഗ്യവാനെന്നാണ്. യഹോവയെ ഭയപ്പെട്ടവന്റെ കൽപ്പനകളെ അനുസരിക്കണം. പ്രവേശനവും നിങ്ങൾ 125 സംഘത്തിലൊക്കെ വന്നത് കാണാൻ കഴിയും. അല്ലെങ്കിൽ നേരിലുള്ള ഒരു തലമുറ അനുഗ്രഹിക്കപ്പെടുന്നത്. അപ്പം ഇപ്പൊ ശിഷ്യന്മാർ പോലും ഭീരുക്കളാകാൻ കാരണം അവർ യാത്ര ചെയ്യുന്ന പടകിൽ യേശു കൊണ്ടെന്നുള്ള കാര്യം മറന്നുപോയി. അതുകൊണ്ട് പുതിയ നിയമസഭയുടെ നിന്റെ ജീവിതമാകുന്ന പടകിനകത്ത് യേശു ഉണ്ടായിരിക്കണം. പ്രവേശനോ, ഈ ലോകത്തിന്റെ മാലിന്യങ്ങൾക്ക് അശ്ലീലമായിരിക്കും നിന്റെ കണ്ണുകൾ കൊണ്ടുപോകുന്ന ജീവിതം കൊണ്ടുപോകരുത്. സാത്താൻ നിന്നെ നിയന്ത്രിക്കരുത്. നീ സാത്താന്റെ ആധിപത്യത്തിലാകരുത്. പ്രവേശനം. അല്ലേലൂയ. ഇന്ന് കണ്ട് നിങ്ങൾ TV കാണരുതെന്നും മൊബൈൽ കാണരുതെന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ നിങ്ങൾ TV കാണുന്നെങ്കിൽ, അത്യാവശ്യം ലോകത്തിൽ നടക്കുന്ന ഒരു വാർത്തകൾ കാണണമെങ്കിൽ നിങ്ങൾ ആ വാർത്ത കാണുക. ഒരു TVക്കകത്ത് വാർത്തകളിൽ പോലും പരസ്യങ്ങളാണ്. അതുകൊണ്ട് പരസ്യമില്ലാതെ ആ വാർത്തകൾ വായിക്കുന്ന ഏതെങ്കിലും ന്യൂസ് ചാനൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വെച്ച് ആ ന്യൂസ് ചാനൽ കണ്ടിട്ട് TV ഓഫ് ചെയ്ത് പോയി. അല്ലേലൂയ. നിങ്ങളുടെ മൊബൈലിൽ നിങ്ങളുടെ അടുത്ത മിത്രങ്ങളെ, നിങ്ങളുടെ അടുത്ത സ്നേഹിതരെ, ബന്ധുമിത്രാദികളെ, നിങ്ങളുടെ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി വിളിച്ച് അവരുമായി സംസാരിച്ച ആ കാര്യങ്ങൾക്ക് ഒരു പൂർത്തീകരണം വരുത്താൻ വേണ്ടി നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുക. അതിനകത്ത് വെറുക്കൂത്തിന് വേണ്ടി ഇരിക്കരുത്. അല്ലേലൂയ. സർവശക്തിയുള്ള ദൈവത്തെ നീ മാനിക്കണം. പ്രവേശനവും ഭാവിയായ നിന്നെ വീണ്ടെടുക്കാൻ വേണ്ടി, അതിക്രമങ്ങൾ വീണ്ടെടുക്കാൻ നിന്നെ വീണ്ടെടുക്കാൻ വേണ്ടി, നാശയോഗ്യനായി ജീവിച്ച നിന്നെ വീണ്ടെടുക്കാൻ വേണ്ടി, മദ്യപാനത്തിൽ വീണ് കിടന്ന, മയക്കുമരുന്നിന് വീണ് കിടന്ന, പാപത്തിന്റെ അടിമത്തത്തിൽ വീണ് കിടന്ന നിന്നെ, ജീവിതത്തിൽ സമാധാനമില്ല, ശാപത്തിൻ കീഴിലായിരുന്നു നിന്നെ, നരകയോഗ്യനായി ജീവിച്ച നിന്നെ വീണ്ടെടുക്കാൻ വേണ്ടി എൻ്റെ ദൈവം, ആമേന്, സർവശക്തിയുള്ള ദൈവം, അല്ലേലൂയ, അവന്റെ മഹിമകളെയൊക്കെ വെടിഞ്ഞ് താണഭൂമിയിലേക്ക് വന്നു. അപ്പൊ ദൈവം ആരാണ്? സർവശക്തിയുള്ള ദൈവമാണ്. യേശു ആരാണ്? സർവശക്തിയുള്ള ദൈവമാണ്. സർവശക്തിയുള്ള ദൈവമാണ് തന്റെ ദൈവത്തെ മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത്. കാൽവറിക്രൂശിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോപണം ചെയ്ത് പിതാവിന്റെ വലത്ത് ഭാഗത്തേക്ക് യേശു സർവശക്തിയുള്ള ദൈവമാണ്. അപ്പൊ നിന്നെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് വന്നതും സർവശക്തിയുള്ള ദൈവമാണ്. അല്ലേലൂയ. അപ്പൊ സർവശക്തിയുള്ള ദൈവം വസിക്കുന്ന മന്ദിരമായി മാറണം നിന്റെ ഭവനം, നിന്റെ കുടുംബം, നിന്റെ ശരീരമാകുന്ന മന്ദിരം. പ്രൈസലോ. അല്ലേലൂയ. ലോകത്തിന്റെ മാലിന്യങ്ങൾക്ക് വസിപ്പാൻ വേണ്ടി ലോകത്തിന്റെ മാലിന്യങ്ങൾ നിന്റെ മൺകൂടാരത്തിൽ നിന്ന് ഇറക്കരുത്. അല്ലേലൂയ. സ്തോത്രം. ചില വീടുകളിലൊക്കെ ചെന്നാൽ ഞാൻ പലപ്പോഴും പല മെസ്സേജിലും പറയാറുണ്ട്, ചില വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ പുകയില മണം, സിഗരറ്റിന്റെ മണം, മദ്യത്തിന്റെ മണങ്ങൾ അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. അല്ലേലൂയ. ഞാനൊരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെന്നതാ. അല്ലേ, അവിടെ ദൈവമക്കളുണ്ട്, ജാതികളുണ്ട്, വിശ്വാസമില്ലാത്തവരുണ്ട്. ആ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ വളരെ അമേലിയ വിദേശമദ്യത്തിന്റെ മണം. വിദേശമദ്യം എന്താണ്? മണമാണ്. അല്ലേലിയ എന്ന് പറഞ്ഞ് സർവശക്തിയുള്ള ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളുടെ കുടുംബത്തിലുണ്ട്. ദൈവത്തെ അറിയാത്ത സാത്താന്റെ പിന്നാലെ കടന്നു പോകുന്നവരുണ്ട്. അതുകൊണ്ടല്ലോ സാത്താനെ അനുസരിക്കുന്നതാണല്ലോ മദ്യം കുടിച്ചുകൊണ്ടിരിക്കുന്നത്.
സാത്താന്റെ പിന്നാലെ പോകുന്നവരാ. സാത്താന്റെ കിങ്കരന്മാർക്ക് ഈ ലഹരി ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തെ അനുസരിക്കുന്നവൻ, ദൈവത്തെ അനുഗമിക്കുന്നവൻ, ദൈവമായിട്ട് ചേർന്ന് നടക്കുന്നവൻ മദ്യത്തിനടിമയാകത്തില്ല. പ്രൈസ്. മദ്യപാനിക്ക് ദൈവരാജ്യത്തിൽ ചെല്ലാനും കഴിയില്ല. പ്രൈസ്. ഒരു മദ്യപാനിക്കും ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയത്തില്ല. ഒരു ലഹരി ഉപയോഗിക്കുന്ന ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയത്തില്ല. ഒരുപക്ഷെ നിങ്ങളുടെ രോഗത്തിന്, നിങ്ങളുടെ അജീർണതയ്ക്ക്, നിങ്ങളുടെ ശരീരത്തിന്റെ അസ്വസ്ഥതയ്ക്ക്, നിങ്ങളുടെ രോഗത്തിന് അല്പമൊക്കെ കുടിച്ചോ ഇവിടുത്തെ മെഡിക്കൽ ശാസ്ത്രമൊക്കെ പറഞ്ഞാലും അല്ലേറിയ ദൈവരാജ്യത്തിൽ ചെല്ലണമെങ്കിൽ നിന്നെ പാപത്തിലേക്ക് നയിക്കുന്ന, ശാപത്തിലേക്ക് നയിക്കുന്ന, അശുദ്ധമായി നയിക്കുന്നതിനെ നീക്കിക്കളഞ്ഞിട്ട് നിന്റെ ജീവിതത്തിൽ സർവശക്തിയുള്ള ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടണം. പ്രൈസ്. കുറ്റം പറഞ്ഞ്, നുണ പറഞ്ഞ്, ഏഷണി പറഞ്ഞ്, മറ്റുള്ളവർക്ക് അപവാദം പറഞ്ഞ് നടക്കുന്ന നിന്റെ ജീവിതം നയിക്കുന്ന സാത്താനാണ്. അല്ലേറിയ മറ്റു മനുഷ്യരെ കുറിച്ച് അപവാദം പറയുക, ഏഷണി പറയുക, അവരെക്കുറിച്ച് കുറ്റം പറഞ്ഞ് നടക്കുക, അടുത്ത വീടുകൾ തോറും കയറി ഇറങ്ങി നടന്ന് അപവാദം പ്രചരിപ്പിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ആമേലിയ വീട് വിട്ട് മറ്റു വീടുകളിലേക്ക് വന്ന് ചില കമ്മിറ്റി കൂടിയിരുന്നുകൊണ്ട് മറ്റു കുടുംബങ്ങളെ കുറിച്ച്, വ്യക്തികളെ കുറിച്ച് അപവാദം പറയുന്ന നിന്റെ കുടുംബം അത് സാത്താനാൽ നിറയപ്പെട്ട ഭവനമാണ്. മറ്റുള്ള ഭവനങ്ങളിലേക്ക് നീ കടന്നുപോയി മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറഞ്ഞ് ഏഷണി പറഞ്ഞ് നടക്കുന്ന നിന്നെ നയിക്കുന്ന സാത്താന. നിന്റെ കുടുംബത്തിന്റെ തലവൻ സാത്താന. പാവിയായ നിന്റെ ജീവിതത്തിൽ പിശാച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇത് കാണത്തില്ലേ? ചില സഹോദരിമാരെ കാണത്തില്ലേ? വീട് വിട്ട് മറ്റു വീടുകളിലേക്ക് പോയി ഏഷണി പറഞ്ഞ്, കുറ്റം പറഞ്ഞ്, ചുറ്റുവട്ടത്തുള്ള കുറെ സഹോദരിമാരെല്ലാം വിളിച്ചു കൂട്ടിയിരുന്ന മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറഞ്ഞ് ഏഷണി നിറഞ്ഞ് പൊട്ടിഘോഷിക്കുന്ന കുറെ ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെ സഹോദരന്മാർ മുക്കിലും മൂലിയിലും ഒക്കെ മാറിയിരുന്ന് കൂട്ടുകൂടിയിരുന്ന് പുക വലിച്ചുകൊണ്ട് ലഹരിക്കടിമയായി മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറയുന്ന സഹോദരന്മാർ. ഇന്നത്തെ തലമുറ അങ്ങനെ തന്നെയായി. അതെ, അപവാദി എന്ന് പറയുന്നത് സാത്താന. നീ മറ്റൊരാളെ കുറിച്ച് അപവാദം പറയുമ്പോൾ, മറ്റൊരാളെ കുറിച്ച് ഏഷണി പറയുമ്പോൾ നിന്നെ നയിക്കുന്നത് പിശാച. വെളിപ്പാട് ദിവസം 12 വായിച്ചാൽ മതി. സഹോദരന്മാരെ രാപ്പകൽ കുറ്റം പറയുന്ന അപവാദിയെ തള്ളിക്കളഞ്ഞെന്ന ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, സർവശക്തിയുള്ള ദൈവം നിന്നിൽ വസിക്കട്ടെ. സർവശക്തിയുള്ള ദൈവം നിന്റെ കുടുംബത്തിൽ വസിച്ചാൽ, നിന്റെ ജീവിതത്തിൽ വസിച്ചാൽ നിന്റെ കുടുംബത്തിന്റെ ശാപങ്ങൾ മാറും. ഹല്ലേലൂയ. നീ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി. ഇപ്പൊ സർവശക്തിയുള്ള ദൈവം ആരാണെന്ന് അറിയണ്ടേ? ഹല്ലേലൂയ. സർവശക്തിയുള്ള ദൈവം എന്ന് പറഞ്ഞാൽ ഒറ്റ ദൈവമുള്ളൂ. ഈ കാണുന്ന ആകാശത്തെയും ഭൂമി സകലത്തെയും സൃഷ്ടിച്ചവൻ, സകലത്തെ ഉണ്ടാക്കിയവൻ യഹോവയായ ദൈവം. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു മാത്രം സർവശക്തിയുള്ള ദൈവം. പ്രൈസ് ദി. അല്ലാതെ ഈ ലോകത്തിന്റെ മാലിന്യങ്ങൾ നിന്റെ ഉള്ളിൽ നിറഞ്ഞു കൂടരുത്. വീണ്ടും ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഭക്തനായ യോബ് ഇപ്രകാരം പറഞ്ഞു, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. യോബ് പറയുക, നിനക്ക് സകലവും കഴിയുമെന്നും. സ്വതം. അപ്പൊ യോബ് പോലും അത് പറയണമെങ്കിൽ സർവശക്തിയുള്ള ദൈവത്തിന്റെ മഹത്വം എത്ര വലുതെന്ന് യോബ് മനസ്സിലാക്കി എന്നുള്ളതാണ്. യോബിന്റെ പുസ്തകം 42-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യോബ് പറഞ്ഞു, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഇത് പറയാൻ കാരണം യോബിന്റെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധികൾ, തന്റെ ആടുമാട് കന്നുകാലികൾ, തന്റെ വീട്, ഭവനം, ദാസന്മാർ, തന്റെ മക്കളെല്ലാം നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. തന്റെ ഭാര്യ പോലും പറഞ്ഞു, നീ സേവിക്കുന്ന ദൈവത്തെ ത്യജിച്ചു പറഞ്ഞു പോയി മരിക്ക്, നീ ഒരു രോഗിയാ, നിന്നെ എനിക്ക് വേണ്ട എന്ന ഭാര്യ പോലും ഒഴിവാക്കിയപ്പോൾ, ഹല്ലേലൂയ, യോബിന്റെ അതരങ്ങൾ പൊട്ടത്ത് കടന്നു പോകുന്ന വചനമാണ്, ആമീൻ, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. അത് യോബിനെ പോലൊരു വിശ്വാസം നിനക്കുണ്ടാകണം. ഹല്ലേലൂയ എന്ന് പറഞ്ഞ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഹല്ലേലൂയ, സ്തോത്രം, ആമീൻ, ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അതിന്റെ അവസാനം നല്ലത് എന്ന് ശലോമോൻ പറയുന്നതും ഇത്തരണത്തിൽ ആമീൻ ചിന്തനയുമാണ്. നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനുമായ യോബ് തന്റെ ജീവിതത്തിൽ വന്നുപോയ ഭയാനകമായ കഷ്ടതയുടെ കടന്നുപോയപ്പോൾ അല്ലെങ്കിൽ ഏവരും പറഞ്ഞ ദുഃഖിതനാണെന്ന്. അല്ലെ, നിഷ്കളങ്കനും നിർമ്മലും നേരുള്ളവനുമായ യോബ് ഭയാനകമായ കഷ്ടതയുടെ കടന്നുപോയപ്പോൾ ജനമെല്ലാം പറഞ്ഞ വളരെ ദുഃഖിതനാ, അവനൊരു ഭീരുവെ പോലായി. ഹല്ലേലൂയ.
വ്യക്തിപരമായ പാപങ്ങളാണ് യോബിന്റെ ജീവിതത്തിൽ ഇത്രമാത്രം നാശനഷ്ടങ്ങൾ കൊണ്ടുവന്നതെന്ന് പലരും പറഞ്ഞ് യോബിന്റെ സ്നേഹിതന്മാർ കൂടി യോബിനെ കുറ്റം പറഞ്ഞപ്പോൾ യോബ് പറയുക, നിനക്ക് സകലവും കഴിയുമെന്ന് നിന്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. അത് യോബിനോട് ചോദിച്ചാൽ പറയും, യോബെ ദൈവം ആരെന്ന്. അല്ലേലിയ. അതേ സ്നേഹിത, നിന്റെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടാലും, എന്നെ കേൾക്കുന്ന സുഹൃത്ത്, എന്നെ കേൾക്കുന്ന മാതാപിതാവേ, എന്നെ കേൾക്കുന്ന സഹോദരി സൗര, നിന്റെ ജീവിതത്തിൽ നിനക്കുണ്ടായതെല്ലാം നഷ്ടപ്പെട്ടാലും, എല്ലാവരും നിന്നെ കൈവിട്ടാലും, ആരുടെ ഒരു ആശ്വാസവാക്ക് പോലും നിനക്കില്ലെങ്കിലും, ആരും ഒരു തണലായി നിനക്കില്ലെങ്കിലും, അല്ലേലിയ, നീ ഭാരപ്പെട്ടു പോകരുത്. യോബിനോട് കൂടിയിരുന്ന ദൈവം നിന്നോട് കൂടിയിരിക്കും. യോബിന് സകലവും നഷ്ടപ്പെട്ടെങ്കിലും ആമി സ്തോത്രം വല്ലരിയ. യോബിന്റെ പുസ്തകം 42 വാക്യത്തിലേക്ക് വരും കാണുന്നുണ്ട്. യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നൊക്കെയും യഹോവ യോബിന് ഇരട്ടിയായി കൊടുത്തു. ഹല്ലേലൂയ. അവന്റെ സകല സഹോദരന്മാരും സഹോദരിമാരും മുമ്പേ അവന് പരിചയമുള്ളവരും ഒക്കെ അവന്റെ അടുക്കൽ വന്ന് അവന്റെ വീട്ടിൽ അവനോട് കൂടെ ഭക്ഷണം കഴിച്ച് യഹോവ അവന്റെ മേൽ വരുത്തിയിരുന്ന സകല അനർത്ഥത്തെക്കുറിച്ച് അവൻ അവരോട് സഹതാപം കാണിച്ച് അവരെ ആശ്വസിപ്പിച്ചു. ഹല്ലേലൂയ. അപ്പൊ യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിന്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തി. അവന് മുമ്പേ ഉണ്ടായിരുന്നതെല്ലാം ഇരട്ടിയായി കൊടുത്തു. സർവശക്തിയുള്ള ദൈവം യോബിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു. ഹല്ലേലൂയ. ഇത് തന്നെയാണ് ഗലീല കടലിൽ സംഭവിച്ചത്. ആമി കാറ്റും കോളും കടലിൽ നിറഞ്ഞപ്പോൾ പടകം മുങ്ങുമാറായി. ശിഷ്യന്മാർ മരിക്കും, തകർന്നു പോകും എന്ന് തോന്നിയപ്പോൾ അവർ നാഥനെ, ഗുരുവിനെ വിളിച്ചുണർത്തി. സർവശക്തിയുള്ള ദൈവം കാറ്റിനെ കടലിനെ ശാസി കടൽ ശാന്തതയായി ആയതുപോലെ ഇന്ന് പോലെ തന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന നിന്റെ ജീവിതത്തിൽ നിറഞ്ഞു കോളിലൊക്കെ സമാനമായ വിഷയങ്ങളെ ശാന്തമായി അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. നീ രോഗിയായിട്ട് കിടക്കുകയാണോ? പാപത്തിന് അധീനമായി ജീവിക്കുകയാണോ? ഒരു മദ്യത്തിന് അടിമയാണോ? നീ ലഹരികൾക്ക് അടിമയാണോ? കുടുംബത്തിൽ ആഭിചാര മാത്രമാണ് കൂടോത്ര ശുദ്ധ ശക്തിയിൽ നിന്റെ കുടുംബത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണോ? ഇന്ന് പകൽ നീ മടങ്ങി വാ. സർവശക്തിയുള്ള ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്നിന്റെ ഹൃദയം ഒന്ന് വിട്ടുകൊടുത്താൽ, ഹല്ലേലൂയ, സർവശക്തിയുള്ള ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. നീ പല വഴികളും നടന്നു. ഒരു ജോലിക്ക് വേണ്ടി നീ പല ഓഫീസുകൾ കയറി ഇറങ്ങി, പലരുടെയും മുമ്പിൽ ചെന്നു, പല വാതിലുകളും നീ കയറി ഇറങ്ങി. അതെല്ലാം നിന്റെ മുമ്പിൽ കൊട്ടിയടച്ചെങ്കിൽ, ഹല്ലേലൂയ, ദൈവം ചില പുതുവഴികൾ നിനക്ക് വേണ്ടി തുറക്കാൻ പോവുക. ഹല്ലേലൂയ. വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്ന ചിലരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, ഞാൻ വിദേശത്ത് ജീവിക്കാൻ വേണ്ടി കടന്നുപോയി, നന്മയ്ക്ക് വേണ്ടി അല്പം പണമുണ്ടാക്കി കുടുംബത്തെ പോറ്റാൻ വേണ്ടി ഉത്തരവാദിത്തം വിട്ടിട്ട് വിദേശ രാജ്യത്ത് കടന്നുപോയി ജീവിതത്തിൽ ജോലി കിട്ടാതെ ഭാരപ്പെടുന്ന ചില ജീവിതങ്ങളോട് ദൈവാത്മാവ് പറയുക. സർവശക്തിയുള്ള ദൈവത്തെ നീ വിളിച്ചപേക്ഷിക്കാൻ തയ്യാറായാൽ യോബിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തിയതുപോലെ നിന്റെ നഷ്ടങ്ങളെ ലാഭമാക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് മണലാരണ്യത്തിൽ വേദന അനുഭവിക്കുന്നവരുടെ, വിദേശ രാജ്യത്തിൽ കഷ്ടം അനുഭവിക്കുന്നവരുടെ ദൈവാത്മാവ് പറയുക. വിദേശ രാജ്യത്ത് ചെന്നിട്ട് അവിടെ ജീവിക്കാൻ അവിടുത്തെ പെർമിറ്റ് കിട്ടാതെ ഭാരപ്പെടുന്നവർ, ഹല്ലേലൂയ, അവിടെ പുറത്തിറങ്ങി ജോലി ചെയ്യാൻ കഴിയാതെ സങ്കടപ്പെട്ട് കഴിയുന്നവർ, ഒളിവിലെന്നോളം കഴിയുന്ന ചിലരോട് ദൈവാത്മാവ് പറയുന്നത്, നീ സർവശക്തിയുള്ള ദൈവത്തിലേക്ക് മടങ്ങി വന്നാൽ, ഹല്ലേലൂയ, നിന്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തും. യോബിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തുപോലെ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, എന്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്താൻ പോവുകയാണ്. നീ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് നിന്റെ സാലറി തരാതെ വിദേശ രാജ്യത്ത് നിന്റെ സ്പോൺസർമാർ നിന്റെ അറിവിയം നിന്റെ പണം നിന്റെ സാലറി തടഞ്ഞു വെച്ചിരിക്കുകയാണെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നത്, നീ ദൈവത്തിലേക്ക് മടങ്ങി വാ, സർവശക്തിയുള്ള ദൈവത്തിലേക്ക് മടങ്ങി വാ. അവൻ നിനക്ക് വേണ്ടി ചില പുതിയത് ചെയ്യും. ഹല്ലേലൂയ. രക്തം ചെയ്യും. കൈകാലിൽ കിടക്കി നിലനിർത്താൻ കഴിയാതെ, നരിയാണി ഉറപ്പിച്ച് നിൽപ്പാൻ കഴിയാതെ വേദനയുടെ അനുഭവത്തോടാണ് നീ കടന്നു പോകുന്നത്. കാല് നിലത്തുട്ടുമ്പോൾ പേശികളിൽ വരിഞ്ഞു കുറുക്കുന്ന വേദന പോലെ നീ അനുഭവപ്പെടുന്ന സാഹചര്യമാണോ എങ്കിൽ ഇന്ന് പകൽ സർവശക്തിയുള്ള ദൈവത്തിന്റെ കരം നിന്റെ മേൽ വെളിപ്പെടാൻ പോയി. നീ യേശുവിന് നിന്റെ ഹൃദയം കൊടുത്താൽ, എന്റെ കുടുംബത്തിന്റെ ജോലി ദൈവം മാറ്റാൻ പോവുക, എന്റെ കുടുംബത്തിന്റെ ശാപത്തെ ദൈവം നീക്കാൻ പോവുക, നിന്റെ മക്കളുടെ പാപത്തിൽ നിന്ന് വെടിവെച്ച് കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ ഭർത്താവിന്റെ മദ്യപാനത്തെ ദൈവം വെടിവെക്കുവാൻ ആഗ്രഹിക്കുക. നിന്റെ കുടുംബത്തിൽ സമാധാനം തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. നീ സർവശക്തിയുള്ള ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്ന് അവരോട് നിന്റെ വിഷയങ്ങളെ പറഞ്ഞ് നീ പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യും. ഹല്ലേലൂയ. ഒരു ഭവനമില്ലാതെ ഭാരപ്പെടുകയാണോ? ഒരു തൊട്ട് ഭൂമിയില്ലാതെ ഭാരപ്പെടുകയാണോ? ഹല്ലേലൂയ. എല്ലാവരുടെയും അപമാനങ്ങൾ കേട്ട് നീ ഭാരപ്പെടുകയാണോ? പ്രായം എത്തിയിട്ട് വിവാഹം കഴിയാതെ സങ്കടപ്പെടുകയാണോ? ഒരു തലമുറയില്ലാതെ കുടുംബ ജീവിതം ചിന്ന ഭിന്നമായി ഡിവോഴ്സിന്റെ വക്കിൽ എത്തി നിൽക്കുന്ന സഹോദര, ഇന്ന് പകൽ ദൈവാത്മാവ് പറയുക,
സർവശക്തിയുള്ള ദൈവത്തിന്റെ അരികിലേക്ക് കടന്നു വന്നാൽ 99 വയസ്സിൽ അബ്രഹാമിന് ദൈവം ദർശനം കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് തലമുറയെ തരും. അതെ, സർവശക്തിയുള്ള ദൈവത്തിന് നിന്റെ നിർജ്ജീവമായ അവസ്ഥകളെ മാറ്റിയിട്ട് തലമുറയെ തരാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. അത് നിന്നെ മാനിക്കുന്നവനാ ദൈവം. ഒരപ്പന്റെ ഹൃദയമുള്ള, ഒരമ്മയുടെ ഹൃദയമുള്ളവൻ. ഹല്ലേലൂയ. പാപികളെ സ്നേഹിക്കുന്നവൻ, അപ്പോൾ തന്നെ പാപത്തെ വെറുക്കുന്നവൻ, പാപത്തെ ശിക്ഷിക്കുന്നവൻ, പാപത്തെ ക്ഷമിച്ചു തരുന്നവൻ, ഇതെല്ലാം നമ്മുടെ ദൈവമാണ്. അല്ലേ? അപ്പം പാപത്തെ ശിക്ഷിക്കുന്നവനാ ദൈവം, പാപത്തെ വെറുക്കുന്നവനാണ്, അപ്പോൾ തന്നെ പാപത്തെ ക്ഷമിച്ചു തന്ന് നമ്മൾ കരുണ കാണിക്കുന്നവനുമാണ്. അല്ലേ? പാപത്തോട് ഒരിക്കലും ദയ കാണിക്കാത്ത, കരുണ കാണിക്കാത്ത, എന്നാൽ പാപം ചെയ്യുന്ന വ്യക്തിയോട് കരുണ കാണിച്ച് ദയ തോന്നുന്ന ദൈവം നമ്മൾ ഏറ്റുപറഞ്ഞ് മടങ്ങി വരുമ്പോൾ, ഹല്ലേലൂയ, രക്തം ചെയ്യും. നമ്മൾ ഏറ്റുപറഞ്ഞ് മടങ്ങി വന്നാൽ സകല പാപങ്ങളും ദൈവം ക്ഷമിച്ചു തരും, രക്തം ചെയ്യും. നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങുക. ഇവിടെ ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുന്നത് ദൈവ സർവശക്തിയുള്ള ദൈവം എന്നറിഞ്ഞ് യോശുവ സൂര്യനോട് കൽപ്പിച്ചു. ലേലിയ യോശുവയെ കുറിച്ച് വായിക്കുമ്പോൾ, യോശുവയുടെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. യോശുവയുടെ പുസ്തകം 12-ാം അധ്യായം വരുമ്പോൾ, 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അല്ലേലിയ 10-ാം അധ്യായത്തിലേക്ക് 12-13 വാക്യം ഇങ്ങനെ കാണുകയാണ്. അല്ലേലിയ സ്തോത്രം, അല്ലേലിയ സ്തോത്രം. എന്നാൽ യഹോവ അമോര്യരെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യോശുവ യഹോവയോട് സംസാരിച്ചു. ഇസ്രായേൽ മക്കൾ കേൾക്കെ, സൂര്യ നീ ഗിബിയോനിലും ചന്ദ്ര നീ അയ്യനോൻ താഴ്വരയിലും നിൽക്ക എന്ന് പറഞ്ഞു. ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യൻ നിന്നു, ചന്ദ്രൻ നിന്ന് നിശ്ചലമായി. ശൂരന്മാരുടെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. അത് യോശുവയുടെ വാക്കിന്റെ മുമ്പിൽ, അല്ലേ? സൂര്യനും ചന്ദ്രൻ നിശ്ചലമായെങ്കിൽ, സർവശക്തിയുള്ള ദൈവത്തിന് അങ്ങനെ അത്ഭുതം ചെയ്യുവാൻ കഴിയുമെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്കും ദൈവം മറുപടി. ഇതിനെക്കുറിച്ച് പറയുന്നത് യോശുവയുടെ അഭ്യർത്ഥന പ്രകാരം സൂര്യൻ ആകാശത്തിൽ ഏകദേശം ഒരു ദിവസം മുഴുവൻ അസ്തമിക്കാതെ നിന്നു എന്ന് ഈ പ്രസ്താവനയിൽ അല്ലെങ്കിൽ ശരിയായ ഒരു വിശദീകരണം കാണാൻ കഴിയും. അല്ലെങ്കിൽ ഒരു സ്തോത്രം അങ്ങനെ ശരിയായ ഒരു നൽകാൻ കാണാൻ കഴിയുമെങ്കിലും അത് ചില വേദപഠിതാക്കൾ പറയാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും പറയുകയാണ്, ഉദയാസ്തമയങ്ങൾ ഭൂമിയുടെ കറക്കത്തിനനുസരിച്ച് ആയതുകൊണ്ട് യഥാർത്ഥത്തിൽ സൂര്യൻ ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്യുന്നില്ല, സദാനേരവും കറങ്ങിക്കൊണ്ടിരുന്നു, ഭൂമി എങ്ങും ഏതാനും മണിക്കൂറുകൾ നിശ്ചലമായി നിന്നു എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കുന്നു പലരും പറയുന്നെങ്കിലും, അല്ലേ? ഇവിടെ യോശുവയുടെ വാക്കിനെ ദൈവം മാനിച്ചിട്ട്, അല്ലേരിയ, സൂര്യനും ചന്ദ്രനും നിശ്ചലമായി നിന്നു എന്ന് വേദപുസ്തകം പറയുക. അല്ലേരിയ, അപ്പം അത്ര സർവശക്തിയുള്ള ദൈവമാണ്. അല്ലേരിയ, അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പൊ സർവശക്തിയുള്ള ദൈവം ഇന്നും നിങ്ങളുടെ കുടുംബത്തിൽ വരുമ്പോൾ അവിടെ വീശിക്കൊണ്ടിരിക്കുന്ന സകല കൊടുങ്കാറ്റും സകല ക്ഷോഭങ്ങളും ശാന്തമായി അടക്കി ദൈവം നിങ്ങളെ വിടുവിക്കും. നിങ്ങളുടെ കുടുംബത്തിലേക്ക് സർവശക്തിയുള്ള ദൈവം വരുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ആഞ്ഞുവീശുന്ന, ജീവിതത്തിൽ ആഞ്ഞുവീശുന്ന കൊടുങ്കാറ്റും ക്ഷോഭങ്ങളെ മാറ്റിയിട്ട് നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ യിരെമ്യാവിന്റെ പുസ്തകം 32:27 വായിക്കുമ്പോൾ, ഞാൻ സകല ജനത്തിന്റെ ദൈവമായി യഹോവയാകുന്ന എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? സർവശക്തിയുള്ള ദൈവം നമ്മോട് ചോദിക്കുക. അത് ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. യോബിന്റെ പുസ്തകം 32:17 വായിക്കും, യഹോവയായ കർത്താവേ, നീ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെ ഭൂമി ഉണ്ടാക്കി, നിനക്ക് സാധ്യമായതൊന്നുമില്ല. അത് ദൈവത്തിന് സാധ്യമായൊന്നുമില്ല. അതേ ഗലീല കടൽക്കരയിൽ കാറ്റും പൊള്ളും കടലുണ്ടായപ്പോൾ ഫീരുക്കളെ പോലെയായ ശിഷ്യന്മാർക്ക് ബലം കൊടുത്ത സർവശക്തിയുള്ള ദൈവം ഇന്ന് നിന്റെ കുടുംബത്തിൽ ജീവിതത്തിൽ വസിക്കുന്നെങ്കിൽ ജീവിതത്തിൽ സ്ഥിതിമാണ്. കണ്ണുകളടച്ചാട്ട് ഏതെങ്കിലും വിധത്തിൽ തകർന്ന തരിപ്പണമായി അനുഭവമാണോ? ഇതുപോലെ സർവശക്തിയുള്ള ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നിന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ആ ദൈവസാന്നിധ്യം ജീവിക്കുന്നെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു ചെറുവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കേരളത്തിന് ലോക രാജ്യങ്ങൾ 2 കോടിയിലധികം ജനത്തിനായി വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, 4 ബ്ലോക്ക്, ജില്ലാ സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ ഭരിക്കുന്ന രാജാക്കന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാളം, മേഖല, ഗോത്രങ്ങൾ, ദ്വീപുകൾ, ആദിവാസികൾ, ട്രൈബൽ മേഖലയായ സകല ജനത്തെയും കർത്താവിയുടെ കരസേന, വ്യോമസേനാ സമിതികൾ, കടകന്റെ ക്രമസമാധാന ഭാര്യ, നിയമനിർമ്മാണ നിലനിൽക്കുന്ന കർത്താവ് രഹസ്യങ്ങളെ പോലീസിന്റെ വിവിധ സെക്ഷനുകൾക്കായി പ്രാർത്ഥിക്കുന്നു. എക്സൈസ് ഫോറസ്റ്റ് വിഭാഗങ്ങൾ, കിടക്കമായ ഫയർഫോഴ്സ് വിഭാഗങ്ങളുടെ കോടതി വിഭാഗങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മേഖലയും ദൈവ സാന്നിധ്യം അയക്കണമേ. സകലമേലും പുതുമായ രാജ്യമായ വിദ്യാഭ്യാസ സാമ്പത്തിക മേഖലയിലായിരിക്കുന്ന എല്ലാ ബാങ്കിങ് മേഖലയിലും എല്ലാ ഭരണ സംവിധാനങ്ങളും ദൈവ സാന്നിധ്യം. കടലുള്ള വാസികളെ, തീരദേശവാസികളെ, മത്സ്യത്തിന്റെ ആഴക്കടൽ കടന്നുപോയിരിക്കുന്നവരെ, കരികളും കമ്പനി വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ, സ്തോത്രമില്ല, ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുകയാണ്. എല്ലാവരും ദൈവ
ദൈവകൃപ പകർന്നാട്ട് കർഷകൻ മെക്കാനിക് ഓട്ടോ യൂണിയൻ രംഗത്ത് ടാക്സ് ഡ്രൈവേഴ്സ് എല്ലാ ഹെവി വാഹനം ഓടിക്കുന്നവരെയും അടുത്ത കരങ്ങളിലേൽപ്പിക്കുന്ന കർത്താവ് സ്വതമല്ലൊരിയ കാശ്മീർ ക്ഷീരമേഖലയിലും കർത്താവ് വിജയിക്കുന്നവർ എൻ്റെ കർത്താവ് എല്ലാ വ്യാപാര ദിവസം വഴിയുടെ കച്ചവടക്കാരെ കർഷകരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ദൈവകരങ്ങളിലേൽപ്പിക്കുകയാണ്. കർത്താവ് ജനത്തെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുകയാണ്. അല്ലെങ്കിൽ കർത്താവ് പാടത്തും പറമ്പിലും കോറിയിലും കല്ലിലും മണ്ണോടും തടിയോടും മല്ലടിക്കുന്ന ആലോകത്തിയ ആളുകൾ ജീവിതത്തിൽ നിരാശയുടെ ദുഃഖത്തിനും മഹാശാപത്തിലും പാപത്തിലൂടെ ബന്ധനത്തിൽ കടന്നു പോകുന്നവർ അവരൊക്കെ ദൈവം വിടുവിക്കണമേ. ഇതുപോലെ താവി മനുഷ്യ സമാധാനവും സന്തോഷമില്ലാതെ മദ്യത്തിനും മയക്കും ലഹരിക്കും അടിപ്പെട്ട് കിടക്കുന്ന ജീവിതങ്ങൾ ഇതുപോലെ എല്ലാ കുടുംബങ്ങളും വിടുവിക്കപ്പെടുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവ് പാപത്തിന്റെ വശീകരണത്തിന് അകപ്പെട്ട് കിടക്കുന്ന സകല ജനങ്ങൾ വിടുവിക്കപ്പെടും മടങ്ങി വന്ന് യേശുവിനെ ഹൃദയം കൊണ്ട് സർവശക്തിയുള്ള ദൈവത്തിന്റെ മക്കളായി മാറുവാൻ ജനത്തെ കർത്താവ് ഒരുക്കണമേ. അമ്മയുടെ ഹൃദയമുള്ളവൻ അപ്പന്റെ ഹൃദയമുള്ള യേശുവിന്റെ സാന്നിധ്യം പാപം വലിയ പാപം ഏറ്റുപറഞ്ഞ് മടങ്ങി വരുന്നവർക്ക് കർത്താവ് ഹരിയെ കടന്നിരിക്കാൻ സമാധാന സന്തോഷം നൽകുന്നുള്ള തിരിച്ചറിവ് ജനത്തിനുണ്ടാകണേ പ്രാർത്ഥിക്കുന്നു. യേശു പാപത്തെ വെറുക്കുന്നു, പാപത്തെ ന്യായം വിധിക്കുന്നു. അപ്പോൾ തന്നെ പാപം ഏറ്റുപറഞ്ഞ് മടങ്ങി ഒരു കരുണ കാണിക്കുന്ന ദൈവമാണ് യേശു എന്നുള്ളത് ഈ ജനം തിരിച്ചറിയണേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ ഭാര്യ കൗമാരി യുവനത്തിനും വാർത്തപ്പെടുത്ത അച്ഛനെ തടവറയിലായിരിക്കുന്ന സകല ജനത്തിന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും കർത്താവ് സ്വതന്ത്രമായി രോഗികളായി കിടക്കുന്നവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ദൈവ സാന്നിധ്യം കർത്താവ് എല്ലാവരും ചില കുടുംബങ്ങൾ ലേഖനയിൽ നിന്ന് വിടിവിക്കപ്പെടും, സഹോദരന്മാർ വിടിവിക്കപ്പെടും, പാപത്തിന് വിടിവിക്കപ്പെടട്ടെ. ഇവിടുത്തെ കർത്താവ് വെറുക്കൂത്തുകൾക്ക് അകപ്പെട്ട് കിടക്കുന്ന ചില ജീവിതങ്ങൾ വിടിവിക്കപ്പെടുവാൻ ദൈവരങ്ങൾ ഏൽപ്പിക്കുകയാണ്. എല്ലാ കുടുംബങ്ങളും വ്യാപരിക്കുന്ന എല്ലാ ദേശപൂരങ്ങളും വിടിവിക്കപ്പെടും, ജനം മടങ്ങി വരട്ടെ. കർത്താവ് സ്വസ്ഥതയും സമാധാനം നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഭരണാധികാരികൾക്ക് മാനസാന്തരപ്പെടും, മത സാമൂഹ്യ സംസ്കാരം മാധ്യമ മീഡിയ നൽകുന്ന എല്ലാ ഭരണദോഷ പാർട്ടികളും മാനസാന്തരം കൊടുക്കണമേ. അല്ലേലൂയ കർത്താവേ. ായിരിക്കുന്നവർക്കായി എല്ലാവരും ദേശം കഷ്ടം നൊമ്പരപ്പെടുന്ന ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ജോലി ലഭിക്കുവാൻ തലമുറയില്ലാതെ തലമുറയെ കൊടുക്കുവാൻ സാലറി കിട്ടാൻ സാലറി മടക്കി കിട്ടുന്നതായി അല്ലേറിയ കേസിൽ കുടിക്കടം മുടിക്കുന്നത് വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പാസ്പോർട്ടിന് വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാം ലഭ്യമാകുവാൻ ചെയ്തുകടം പിടിക്കപ്പെടുവാൻ പീഡനം സൗകര്യമാർ സൗകര്യമാർക്ക് വിടൽ കൊടുക്കുവാൻ ദൈവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അല്ലേറിയ ദൈവദാസ കേരളത്തിൽ ഭാരതദേശ വേലയോടുള്ള ബന്ധത്തിനായിരിക്കുന്ന എല്ലാ കത്ത് ക്ലാസ്സിസവരുടെ തലമുറ ദൈവം സൂക്ഷിക്കണമേ. പുറരാജ്യങ്ങൾ മറ്റവസ്ഥാനം കടന്നു പോയി പഠിക്കാൻ കുഞ്ഞുങ്ങൾക്ക് ലഹരിക്ക് അടിപ്പെട്ട് പോകാതെ അവരെന്തെങ്കിലും സൂക്ഷിക്കാനായി ദൈവങ്ങളെ വെച്ച് പ്രാർത്ഥിക്കും മടങ്ങി ഒരു മനസ്സാന്തം കൊടുക്കണമേ. എല്ലാ കുടുംബങ്ങളും സർവശക്തിയുള്ള ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ.